ഡോക്ടർ ഈ കർക്കിടകത്തിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണകളെ പറ്റിയിട്ട് ഒന്ന് പറയാമോ ഡോക്ടർ? അതെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എല്ലാവരുടെയും ഒരു സംശയം എന്ന് പറയുമ്പോഴത്തേക്ക് കർക്കിടകത്തിൽ മുതിർന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ കർക്കിടക ചികിത്സ, അതല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് കർക്കിടക ചികിത്സ, അല്ലെങ്കിൽ കർക്കിടകത്തിൽ എണ്ണ തേച്ച് കുളിയെന്നൊക്കെയാണ് പൊതുവേ ഉള്ളൊരു ധാരണ. പക്ഷെ നമുക്ക് ആബാലവൃദ്ധ ജനങ്ങൾക്കും കർക്കിടകത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എണ്ണ തേച്ച് കുളി ശീലമാക്കാവുന്ന ഒന്നാണ്. കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇപ്പം അടിക്കടി കർക്കിടക മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ജലദോഷവും പനിയും ഒക്കെ വരുന്ന ഒരു സമയമായിരിക്കും. അപ്പം ആ സമയത്ത് നമ്മളങ്ങനെ പൊതുവെ തലയിൽ എണ്ണയൊന്നും തേക്കാൻ പറയുന്നില്ല. എന്നാലും അത് കഴിഞ്ഞാൽ നമുക്ക് ശീലമാക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ് അസനവില്വാദി തൈലം. അസനവില്വാദി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുമ്പോൾ പനി, ജലദോഷം, തുമ്മല് ഒക്കെ മാറ്റുന്നതിന് നീർപ്പിടുത്തം അധികം വരാത്ത രീതിയിലുള്ളൊരു തൈലമാണ്. കുട്ടികൾക്ക് തലയിൽ തേച്ച് കുളിക്കുന്നതിന് ഏറ്റവും ബെസ്റ്റാണ്. മറ്റൊന്നെന്ന് പറയുമ്പോൾ പുറമേയുള്ള എണ്ണകളാണ്. പുറമേയുള്ള എണ്ണകളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ട് കുട്ടികളെ സംബന്ധിച്ച് കൂടുതലും എന്തെങ്കിലും കടിച്ചതിൻ്റെ പാടുകൾ കാണും. ചിലപ്പോൾ കൊതു കടിച്ചൊക്കെ, അല്ലെങ്കിൽ ചൊറിഞ്ഞു മാതിയൊക്കെ, അല്ലെങ്കിൽ അലർജിക് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ള കുട്ടികൾ കാണും. അപ്പം അവർക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു 3 തൈലവും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് ചെമ്പരത്തിയാതി കേരമാണ്. ചെമ്പരത്തിയാതി കേരം ഈ ചൊറിച്ചിലും പാടുകൾ മാറാനും പിന്നെ അതോടൊപ്പം തന്നെ സ്കിന്നിന് സോഫ്റ്റ്നെസ് നൽകാനും ഒക്കെ പറ്റിയൊരു എണ്ണയാണ്. മറ്റൊന്നെന്ന് പറയുമ്പോൾ നാൽപ്പാമരാതി കേരം. ഇത് കൂടുതൽ നമുക്ക് ഈ കൊതുകൊക്കെ കടിച്ചിട്ടുള്ള പാടൊക്കെ മാറാനും ഡ്രൈനെസ് ഉള്ള സ്കിന്നൊക്കെ മാറ്റുന്നതിനും വേണ്ടിയിട്ട് നല്ലൊരു അലർജിക്ക് പറ്റിയൊരു എണ്ണയാണ്. മറ്റൊന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഏലാതി കേരം. ഇപ്പോൾ കുട്ടികൾക്ക് അല്പം നിറമൊക്കെ വെക്കണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഏലാതി കേരം നമുക്ക് പുറമേ തേച്ച് പിടിപ്പിച്ച് ഈ എണ്ണകളൊക്കെ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും.